Hi, good morning, children. How are you? Fine? Okay. ഇങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ചാപ്റ്റർ സുഖദുഃഖ രസകരായിരുന്നു അല്ലേ? ജീവിതത്തില് പ്രയാസം എന്ന് പറഞ്ഞിട്ട് ചില ആളുകളൊക്കെ ജീവിതം അവസാനിപ്പിക്കുന്ന ചില ആൾക്കാരെ കുറിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അയാൾക്ക് അവിടെ പ്രയാസമായി, അല്ലെങ്കിൽ എസ് റിസൾട്ട് വന്നു, അത് പോയി, അല്ലേ? എന്തൊക്കെ പറഞ്ഞിട്ട് അവർ സൂയിസൈഡ് ചെയ്യുന്ന ചില ആൾക്കാരെ നമ്മൾ കേൾക്കാറുണ്ട്, അല്ലെ? ജീവിതം അവസാനിപ്പിക്കുന്ന. അപ്പൊ അതല്ല, അല്ലെ? പലപ്പോഴും വന്ന ഒരു പ്രയാസമായിരിക്കും അത്. അതിനേക്കാൾ എത്രയോ സുഖങ്ങൾ അവനെ കാത്തിരുന്നതുണ്ട്, അല്ലെ? എത്രയോ എത്രയോ സുഖങ്ങൾ അവൻ ആസ്വദിച്ച് കഴിച്ചതുണ്ട്. അപ്പം ചെറിയ നിസ്സാരമായ ഒരു സുഖം പോകുമ്പോഴേക്ക് നമ്മൾ അതിൽ ആകെ മടുത്ത് ജീവിതമെല്ലാം ആകെ ഫെഡപ്പായി ഒരിക്കലും തന്നെ എന്താകരുത്, നമ്മള് ജീവിതത്തെ ഒരിക്കലും നശിപ്പിക്കരുത്. ജീവിതം ഒറ്റ തവണ ഈ ലോകത്ത് നമുക്കുള്ളൂ, അത് നമ്മൾ മനസ്സിലാക്കണം, അല്ലെ? അതനുസരിച്ച് ജീവിതം എല്ലാവർക്കും വേണ്ടി, സുഖത്തിന് ദുഃഖത്തിന് വേണ്ടി നമ്മള് വ്യയം ചെയ്യണം എന്നതിനെ കുറിച്ചാണ്, അല്ലെ? ഹൗ ടു സ്പെൻഡ് അവർ ലൈഫ് എന്നതിനെ കുറിച്ചാണ് നമ്മള് കഴിഞ്ഞ ചാപ്റ്റർ മനസ്സിലാക്കിയത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ഓർമ്മക്കുറിപ്പാണ്, ഒരു മെമ്മറി ആണ് നമ്മളെ ഈ അടുത്ത പാഠം. വളരെ രസകരമായ ഒരു പിതാവിന്റെ അനുഭവക്കുറിപ്പാണ് നമ്മളെ ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. പിതാക്ക പ്രായശ്ചിത്, പാഠത്തിന്റെ പേര് പിതാക്ക പ്രായശ്ചിത്. എഴുതിയ ആള് അരുൺ ഗാന്ധിയാണ്. അരുൺ ഗാന്ധി, അല്ലേ? കേട്ടിട്ടുണ്ടല്ലേ? നമ്മളെ മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയാണ് അരുൺ ഗാന്ധി. അത് ഹിന്ദിയിൽ ആയിരുന്നില്ല എഴുതിയത്, അവര് ഉറുദുവിലാവാം അല്ലെങ്കിൽ മറാഠിയിലാവാം എഴുതിയത്. അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ആരെ നോക്കിയാ അരവിന്ദ് ഗുപ്തയാണ്. അത് നമ്മളേക്ക് ട്രാൻസ്ലേറ്റ്, അനുവാദ് എന്ന് പറഞ്ഞ ട്രാൻസ്ലേറ്റഡ് എന്നാണ്. ട്രാൻസ്ലേഷൻ എന്നതിനാണ് അനുവാദ് എന്ന് പറയുന്നത്. മലയാളത്തിലുള്ള അനുവാദം എന്ന് പറയുന്നതല്ല അനുവാദ് എന്ന് പറയുന്നത്. ഹിന്ദിയിലെ അനുവാദ് മീൻസ് ട്രാൻസ്ലേഷൻ എന്നാണ്. ഓക്കെ, നോക്ക് എല്ലാവരും പെന്നൊക്കെ എടുത്തല്ലോ, പെൻസിലൊക്കെ എടുത്തിട്ടുണ്ട്, അല്ലെ? അണ്ടർലൈൻ ചെയ്യണം. ബുദ്ധിമുട്ടുള്ള വാക്കുകൾ ഞാൻ പറയുമ്പോൾ പ്രയാസമുള്ള വാക്കുകൾ അണ്ടർലൈൻ ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പെൻസിൽ കൊണ്ട് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എഴുതിയാൽ മതി, സൈഡിൽ എഴുതി വെച്ചാൽ മതി. പിന്നീട് അത് എറേസ് ചെയ്തതിനു ശേഷം അത് കോപ്പി ചെയ്താൽ മതി എവിടേക്ക്, നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക്. നോട്ട് ബുക്ക് എഴുതുമ്പോൾ വളരെ കറക്റ്റ് ആയിരിക്കണം. നോട്ട് ബുക്കിന്റെ പേജ് ഒരു പകുതിയായിട്ട് പകുത്ത് 2 ഭാഗമാക്കി, ഒരു ഭാഗത്ത് ഹിന്ദി, ലൈനിന്റെ അടിയിൽ ഹിന്ദിയുടെ വരയും പുസ്തകത്തിന്റെ ലൈനും കറക്റ്റ് ആയിരിക്കണം. ആ രീതിയിൽ അടുത്ത വശത്ത് മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ ആണ് ട്രാൻസ്ലേറ്റ്, അതിന്റെ മീനിങ് നിങ്ങൾ എഴുതി ചെയ്യും. ഓക്കെ, ഉസ് സമയം മേ 16 ബർസ് കാത്ത. ഉസ് സമയം, ആ സമയത്ത് ഞാൻ 16 വയസ്സുകാരനായിരുന്നു. 16 മീൻസ് 16, ബർസ് മീൻസ് ഏജ്, ബർസ് കാത്ത. ഉസ് സമയം മേ 16 ബർസ് കാത്ത. എണ്ണൊക്കെ നിങ്ങൾ പഠിച്ചു കാണല്ലേ? നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ടോ? എത്ര വരെ പഠിച്ചിട്ടുണ്ട്? 20. ഓരോ എത്ര? 25. ഓക്കെ, ഒരു 100 വരെ എണ്ണം നമ്മൾ 7ാം ക്ലാസ് നമ്മൾ പഠിച്ചു പോകണം, അല്ലേ? ആ പാട്ടിൽ തന്നെ നമ്മൾ 13 വരെ പഠിക്കണ്ടേ? 1 2 3 4 5 7 8 9 10 11 12 13. 13 ആയി. പിന്നെന്താ 12 13 ആയില്ലേ? 16, അല്ലേ? 11 12 13 ഇത്രയും നമ്മൾ പഠിച്ചു. 14 15 16 17 18 19 20 20 ആയി. അപ്പൊ അതിലൂടെയാണ് 16. ഓക്കെ, 16 ബർസ് വർഷം എന്നതിനാണ് ബർസ് കൊടുത്തത്, ഇയർ, ഏജ്. और अपने माता पिता के साथ ദക്ഷിണാഫ്രിക്ക മേ ഡർബൻ സെ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ കൂടെ, കെ സാത്ത് കൂടെ, വിത്ത്, ദക്ഷിണാഫ്രിക്ക മേം ഡർബൻ സെ, ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ നിന്ന്, കരീബ് അറൗണ്ട് ഏകദേശം 18 മീൽ ദൂർ, 18 കിലോമീറ്റർ ദൂരെ, എവിടെ? ഏക് ആശ്രം മേ രഹ്താ താ, ഒരു ആശ്രമത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത്. വി വർ ദേർ ഇൻ ദ ഏജ് ഓഫ് 16. ഡർബൻ എവിടെയാണത്? ദക്ഷിണാഫ്രിക്ക. ഓക്കെ, ആശ്രം കോ മേരെ ദാദാജി മഹാത്മാഗാന്ധി നെ സ്ഥാപിത് കിയാ താ. ആ ആശ്രമം ആരാ ഉണ്ടാക്കിയത്? മേരെ ദാദാജി, മേരെ അണ്ടർലൈൻ ചെയ്യാം, മേ പ്ലസ് കെ എന്ന് എഴുതി വെക്കാം. മേ പ്ലസ് കെ അണ്ടർലൈൻ ചെയ്യാം, പരീക്ഷയ്ക്ക് 1 മാർക്കാണത്. മേരെ, മേ പ്ലസ് ക, മേര, മേ പ്ലസ് കെ, മേരെ, മേ പ്ലസ് കി, മേരി,
ഇങ്ങനെ. യെസ്, ഇതെല്ലാം യെസ്. ദാദാജി എന്ന് പറഞ്ഞാല് മുത്തശ്ശനാണ്, ഫാദറുടെ ഫാദർക്കാണ് അല്ലെ, വല്യച്ഛൻ എന്നും വല്യാപ്പ എന്നൊക്കെ പറയുന്ന ആളാണ് ആര്, ദാദാജി. महात्मा स्थापित किया था. कौन स्थापित किया था? महात्मा गांधी ने स्थापित किया. ये जिस आश्रम में अब रहता है वो आश्रम अब वो पहले साल में मेरे दादाजी गांधी जी ने स्थापित किया. ओके, महात्मा गांधी ने स्थापित किया था, स्थापित. आश्रम दूर दराज के इलाके में था. ആശ്രമം എവിടെയായിരുന്നു? വളരെ ദൂരെയുള്ള ഒരു വില്ലേജിലായിരുന്നു ഉണ്ടായിരുന്നു. ഇലാക്ക എന്ന് പറഞ്ഞ പ്ലേസ്, ഏരിയ. വഹാ ദൂർ ദൂർ തക്ക്, അവിടെ വളരെ ദൂരെ വരെ. ബസ് ഗന്നേക്കെ കേറ്റതേ, അവിടെ എന്താ ഉണ്ടായിരുന്നത്? ഗന്ന എന്ന് പറഞ്ഞ ചോളാണ്. ഗന്ന, ഗേഹു എന്തായിരുന്നു? ഗോതമ്പാണ്. ഓക്കെ, അറിയാം. ഗന്നയുടെ കേത്ത് എന്ന് പറഞ്ഞ ഫീൽഡ്, കൃഷിയിടമായിരുന്നു ഉണ്ടായിരുന്നത്. ഷഹർ സെ ബഹുത് ദൂർ രഹനെ കെ കാരൺ, പട്ടണത്തിൽ നിന്ന് വളരെ ദൂരത്ത് നമ്മൾ താമസിച്ചത് കാരണം വഹാം ഹമാരെ കോയി പടോസി നഹീ ഹെ, അവിടെ ഹമാരെ അണ്ടർലൈൻ ഹം പ്ലസ് കെ ഹമാരെ കോയി പടോസി നഹീ ഹെ, ഒരു നൈബറും ഇല്ലായിരുന്നു. എന്നിട്ടോ ഇസ്ലിയെ മേ ഓർ മേരി ദോ ബഹനെ, അതുകൊണ്ട് തന്നെ ഞാനും എന്റെ 2 സിസ്റ്റേഴ്സും. മേരി ബഹിൻ, മേരി മേ പ്ലസ് കി, ബഹിൻ അർത്ഥം സിസ്റ്റർ, ബഹനും സിസ്റ്ററാണ്. എന്താണ് ബഹിനും ബഹനും തമ്മിലുള്ള വ്യത്യാസം? ചെറിയ സഹോദരിക്കാണ് എന്ത് പറയാ, ബഹിൻ എന്ന് പറയാം. എല്ലാം അങ്ങനെ ഹിന്ദിയില്. ധൈലി എന്ന് പറഞ്ഞാൽ ചെറിയ സഞ്ച, ധൈല എന്ന് പറഞ്ഞാൽ വലിയ ബാഗ, വലിയത്. കിടക്കി ബക്കരി എന്ന് പറഞ്ഞാല് അത് ആണ്ണും പെണ്ണും പറയും, ബക്കര ബക്കരി. പത്ത എന്ന് പറഞ്ഞാൽ ഇലയാണ്, അത് വലിയ ഇല. പത്തി എന്ന ചെറിയ ഇല. ചുര എന്ന് പറഞ്ഞാൽ വലിയ കത്തിയ, ചുരി എന്ന് പറഞ്ഞാല് ചെറിയ കത്തിക്ക അല്ലെ. പേനക്കത്തി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മാങ്ങയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനാണ് ചുരി എന്ന് പറയും. അതേപോലെ ഇവിടെ ബഹിൻ. ഓക്കെ, ബഹിനെ ഹമേശ ഷഹർ ജാനേക്ക് ഇന്റസാർ മേ രഹ്താ താ, എല്ലാ സമയത്തും ഞങ്ങൾ ഒറ്റപ്പെട്ട ഒരു ലോൺലിനെസ് അനുഭവിച്ചുകൊണ്ടിരുന്ന കുടുംബമാണ്. കാരണം അത്രയും ദൂരെയാണ് താമസിക്കുന്നത്. അവിടെ ഒരു നൈബേഴ്സും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും ഓൾവേസ് ദേ ആർ എക്സ്പെക്ടിങ് ടു ഗോ ഔട്ട്സൈഡ്, എപ്പോഴും അവർ പുറത്തോട്ട് പോകാൻ വേണ്ടി കാത്തിരിക്കലായിരുന്നു. ഇന്തസാർ കർണ ടു എക്സ്പെക്ട്, വെയിറ്റിംഗ്, അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹം ഷഹർ ജാനെ കെ ഹർ മൗക്കേക്ക്, പട്ടണത്തിൽ പോകാനുള്ള ഈച്ച് ആൻഡ് എവരി ചാൻസ്. ഹർ മൗക്ക എന്ന് പറഞ്ഞാൽ, മൗക്ക മീൻസ് ചാൻസ്, അവസരം. ഓരോ അവസരവും ഈ തലാഷ് മേ രഹത്തെ, ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. तलाश करना टू सर्च ना, अन्वेषिक, ढूंढना, तलाश करना. हमेशा हम बाहर जाने के लिए इंतजार में था, प्रतीक्षा में था, क्योंकि हम अकेले में थे. ഞങ്ങൾ എലോൺ ആയിരുന്നു ഉണ്ടായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് പുറത്തു പോകാനുള്ള യാതൊരു മാർഗമില്ല, റോഡില്ല, അങ്ങാടില്ല, ഒന്നും കാണുന്നില്ല. 1 കിലോമീറ്ററോളം ഞങ്ങൾ പോയെങ്കിൽ മാത്രമേ ഞങ്ങൾ സിറ്റിയിലെത്തുള്ളൂ. जिससे हम अपने मित्रों से मिल सके, അങ്ങനെ जिससे अंडरलाइन जो प्लस से, जिससे അത് മുഖേന अपने मित्रों से मिल सके, we can meet our friends, ഞങ്ങൾക്ക് ഞങ്ങളെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ മീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. മിൽന എന്ന് പറഞ്ഞാൽ മീറ്റ്, കണ്ടുമുട്ടുക. और साथ ही वहां के सिनेमाघर में फिल्में देख सकते. മാത്രമല്ല അവിടെ ഇന്നത്തെ മാതിരി യൂട്യൂബ് കയറാൻ പറ്റാത്തൊരു കാലാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, അവർക്ക് സിനിമാഘർ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സിനിമാ ഹാളിൽ പോയിട്ട് അവർക്ക് ഒരു ഫിലിം കാണാനൊരു ചാൻസും കൂടി സിറ്റിയിൽ പോകുമ്പോൾ അവർക്ക് കിട്ടും. ഒരു ദിവസം പിതാജിനെ മുജിസെ കഹ, പിതാജി എന്നോട് പറഞ്ഞു, മുജിസെ അണ്ടർലൈൻ മേ പ്ലസ് സെ മുജിസെ കഹ കി, പറഞ്ഞു. എന്താ പറഞ്ഞത്? മേ ഉനെ കാർ സെ ഷഹർ ലേ ജാവും, ഞാന് ഉനെ उन वे प्लस को अंडरलाइन कार से शहर ले जाओ. ഇന്ന് ഞാന് അവരെയായിട്ട് കാറിൽ പോവാണ്, നമ്മൾ ഒരുമിച്ച് ഇന്ന് കാറിലേക്ക് പോവാണ് എന്ന് ആര് പറഞ്ഞു? പിതാജി എന്നോട് പറഞ്ഞു.
കാർസെ ഷെഹർ ലേ ജാവും, പട്ടണത്തിലേക്ക് നിന്നെ കൊണ്ടുപോവാം എന്ന് പറഞ്ഞു. ലേ ജാന, കൊണ്ടുപോവുക. ഉൻകി വഹാം, ഉൻകി അണ്ടർലൈൻ വേ പ്ലസ് की, गुड, वे प्लस की. ഞാൻ പൂരെ ദിൻകി ഏക്ക് മീറ്റിംഗ്, അദ്ദേഹത്തിന് അവിടെ ഒരു ഫുൾ ഡേ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആർക്ക്? എന്റെ പിതാവിന്. മുझे ऐसे ही मौके की तलाश थी, ഞങ്ങളാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ചാൻസും അവസരവും കാത്തിരിക്കുകയായിരുന്നു. മൗക്ക കൊണ്ടുവന്നു. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ മേ ഷഹർ ജാ രഹാ ഥാ, ഞാനും പട്ടണത്തിലേക്ക് പോവുമായിരുന്നു. മാംനെ മുझे സാമാൻ ലാനെ കി ഏക്ക് ലംബി ലിസ്റ്റ്, സാധനങ്ങൾ കൊണ്ടുവരാനുള്ള വലിയൊരു ലിസ്റ്റ് തന്നെ ഞങ്ങളെ മാതാവ് ധമാധി എന്നെ ഏൽപ്പിച്ചിരുന്നു. ധമാ കർണ സൗമ്പിനാണ് അല്ലെ, ഞങ്ങളെ സുപ്പർദ് കർണ ഏൽപ്പിച്ചു തന്നിരുന്നു. ധമാ കർണ ഏൽപ്പിച്ചു. ഷെഹർ മേ മുझे പൂരാ ദിൻ ബിത്താനാഥ, അങ്ങനെ ആ കംപ്ലീറ്റ് ഡേ, ഒരു ഡേ പൂർണ്ണമായിട്ടും അവിടെ തന്നെ ബിത്താന എന്ന് പറഞ്ഞാൽ ടു സ്പെൻഡ് എന്നർത്ഥം. അവിടെ പൂരാദിൻ പൂർണ്ണമായ ദിവസം അവിടെ തന്നെ കഴിച്ചു കൂട്ടേണ്ടി വരുന്നു. കാരണം പല സാധനങ്ങൾ വായിക്കണം, പല വർക്കുകളും ഉണ്ട് അവിടെ. ഇസ്ലിയെ പിതാജിനെ മുജിസെ, അതുകൊണ്ട് തന്നെ പിതാവ് എന്നോട് മുജിസെ മേ പ്ലസ് വഹ കൈ ബക്കായ കാമോക്കും, എനിക്ക് ഒരുപാട് ബാലൻസ് വർക്കുകൾ ഉണ്ട് അവിടെ നമ്മളെ കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് വർക്കുകളുണ്ട്. ബക്കായ എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കാനുള്ള ബാക്കിയുള്ള വർക്കുകളൊക്കെ പൂരാക്കറിനേക്കൊക്കെ എന്നോട് അതൊക്കെ ചെയ്യണ്ട മോനെ. അവിടെ ബാങ്കിൽ ചെക്ക് അടക്കേണ്ടിണ്ട്. അതേപോലെ പിന്നെ വില്ലേജ് ഓഫീസിൽ കയറിയിട്ട് അല്ലെങ്കിൽ ടൗണിലെ മുനിസിപ്പാലിറ്റി കയറിയിട്ട് അതിന്റെ ടാക്സ് കൊടുക്കേണ്ടിണ്ട്. പിന്നെ വാട്ടറിന്റെ പിന്നെ റെന്റ് കൊടുക്കാനുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതെല്ലാം ഉണ്ട്. കൂടെ തന്നെ എന്തും കൂടെ ഉണ്ട് പറയാൻ പോകുന്നുണ്ട്. ഇസ്മേ കാർ കി സർവീസിന്റെ ഷാമിൽ, അവിടെ കാറിന്റെ നമ്മളെ വണ്ടിന്റെ സർവീസിന്റെ സമയമായിട്ടുണ്ട്. ഏതായാലും അപ്പടി കൂടി നീ ഒന്ന് എടുക്കണ്ടോ എന്നും കൂടി പറഞ്ഞേൽപ്പിച്ചു. നെക്സ്റ്റ് പാരഗ്രാഫ്. मैंने पिताजी को मीटिंग की जगह पर छोड़ा तो, ഞാൻ പിതാവിനെ ആ മീറ്റിംഗിന്റെ സ്പേസിൽ ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് വിട്ടുകൊടുത്തു. ലെഫ്റ്റ് ചോടാ. ഉൻഹോനെ അണ്ടർലൈൻ ഉൻഹോനെ വേ പ്ലസ് നേ, വേ പ്ലസ് നേ, വേ പ്ലസ് നേ, വാന്റെ മുകളിൽ വരയ്ക്കാം. വേ പ്ലസ് നേ, ഉൻഹോനെ. മുझे കൊണ്ടുവന്നു. മേ പ്ലസ് കോ, മേ പ്ലസ് കോ, മുझको मुझे, മേ പ്ലസ് കോ, മുझको ബ്രാക്കറ്റില് മുझे, ആ മുझे ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എനിക്ക് എന്നതിനർത്ഥം എനിക്ക്. മറ്റേത് വേ പ്ലസ് നേ ആണ്. വേ പ്ലസ് നേ എന്താ ഉൻഹോനെ. ഓക്കെ. മുझे എന്നെ 5 ബജെ വഹീം ആ ജാനെ കോ കഹാ, 5 മണിക്ക് നീ എല്ലാ പണി കഴിഞ്ഞിട്ട് എന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഉണ്ടാകും, ഈ റോഡിന്റെ പക്കത്ത് ഇരിക്കും, നീ ഇവിടെ എത്തിയിരിക്കണം എന്നും കൂടി പറഞ്ഞു. ബത്തായകെ കാമോക്ക ഫട്ടാഫട്ട് നിപ്പട്ടാലേക്ക്, പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ബത്തായകെ കാം, പറയപ്പെട്ട കാര്യങ്ങൾ ബത്താന പറയുക, എല്ലാം ഫട്ടാഫട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സഡൻലി എന്നാണ്. കടക്കടക്കടാ അതാ പറയുമ്പോൾ തന്നെ അവിടെ വാക്കുണ്ട്. പെട്ടെന്ന് പറഞ്ഞു പൂർത്തീകരിച്ചതിന് ശേഷം എന്ത് ചെയ്തു? നിപ്പട്ടാന എന്നാണ് ടു കംപ്ലീറ്റ് എന്നാണ്, ടു ഫുൾഫിൽ എന്നാണ്. പൂർത്തിയാക്കിയതിന് ശേഷം മേ ചെട്ട് സേ സിനിമ ഘർ മേ ഗുസ് ഗയാ, പെട്ടെന്ന് തന്നെ പോയിട്ട് സിനിമ ഹാളിലേക്ക് പോയിട്ട് ഗുസ് ഗയാ ടു എൻ്റർ എന്നാണ്, പ്രവേശിച്ചു. വഹാം ജോൺ ബെൻ കി ഏക് ദിൽചസ്പ് ഫിലിം, അവിടെ ജോൺ ബെന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫിലിം. ദേഖത്തെ ദേഖത്തെ മുझे समय का बिल्कुल ध्यान नहीं आया, സമയത്തെ കുറിച്ച് ഞാൻ ആകെ കെയർലെസ് ആയിപ്പോയി, അതിലങ്ങോട്ട് മുഴുകിപ്പോയി ഞാൻ. ഇങ്ങനെയാണ് നമ്മളും അങ്ങനെ തന്നെയാണല്ലോ. പഠിക്കാനും വായിക്കാനും ഒക്കെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടാവും. അവിടെ നോക്കുമ്പോൾ എന്ത് നോക്കാൻ വേണ്ടേ അല്ലേ, മാതാപിതാക്കൾ അങ്ങോട്ടൊക്കെ തിരിഞ്ഞോട് കൂടി എന്താവും, പിന്നെ നമ്മൾ യൂട്യൂബിൽ അങ്ങോട്ട് പോയത് ഒരു സിനിമയിലോ ഒരു ഫിലിമിൽ അങ്ങോട്ട് കയറി പിന്നെ വന്ന് നോക്കുമ്പോൾ നമ്മൾ എന്നൊക്കെ പറയുന്നുണ്ടാവും അല്ലെ, നമ്മളതിലാണ്. അങ്ങനെയാണോ? അല്ല അല്ല അല്ല, നമ്മളെ വീട്ടിലാരുമില്ല. ഓക്കെ. ധ്യാൻ നഹി രഹാ, ധ്യാൻ ഓനായിട്ട് കെയർ എന്നാണ്, ശ്രദ്ധിക്കാൻ. ഓർ ജബ് ധ്യാനായ, എപ്പോഴാണോ എനിക്ക് അത് എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധ വന്നത്, ധ്യാനായ തബ് തക്ക് ഷാം കെ 5:30 ബജി ചുക്കിയത്, അപ്പോഴേക്കും 5:30 ആയി കഴിഞ്ഞിരുന്നു. 5:30 ബജെ എന്ന് പറഞ്ഞാൽ 5:30 മണി ആയി കഴിഞ്ഞിരുന്നു. എത്ര മണിക്ക് എത്താൻ പറഞ്ഞത്? അതെ അതെ, 5 മണിക്ക് എത്തണം എന്നാ പറഞ്ഞത്. മേ ചട്ടപ്പെട്ട് ഗാരേജ് പहुंच, പെട്ടെന്ന് തന്നെ വണ്ടി സർവീസ് കൊടുത്ത് അവിടെ പോയി വേഗം തന്നെ ആ ഗാരേജിൽ എത്തി. പहुंचा, റീച്ച്ഡ് അല്ലേ, റീച്ച്.
വഹാസി കാർ ലേക്കർ, അവിടുന്ന് പെട്ടെന്ന് കാർ എടുത്തിട്ട് മേ പിതാജി കെ പാസ് പഹുഞ്ച, പിതാവിന്റെ അടുത്ത് എത്തി. തബ് തക്ക് ഷാം കെ 6 ബജ് ചുക്കേ थे, അപ്പോഴേക്കും വൈകുന്നേരം 6 മണിയായി കഴിഞ്ഞിരുന്നു. അപ്പൊ എത്ര സമയം പിതാവ് വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും? എത്ര? യെസ്, 1 മണിക്കൂർ കാത്തിരിക്കുന്നുണ്ടാവും. എവിടെ? റോഡിന്റെ സൈഡിലേ. നമ്മളെന്നിടത്തെ ഏതില്ല, ഈ കൊണ്ടെടുക്കണ ഫോൺ ഉണ്ടല്ലോ, അതൊന്നും ഇല്ലാത്തൊരു കാല. പിതാജി ബേസബ്രിസേ, പിതാജി എന്തായി? ആകെ ബേസബ്രി, സബ്ര എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് എന്നാണ്, ക്ഷമ അല്ലെ, പേഷ്യൻ. അപ്പം അത് ഇല്ലാതെ എന്തായി മാറി? ക്ഷമ കെട്ട്. മേരാ ഇന്തസാർ കർ രഹേ ഥേ, എന്നെ കാത്തിരിക്കുന്നുണ്ട്. ഹി വാസ് എക്സ്പെക്ടിങ് ടു മീ അല്ലെ. 1 മണിക്കൂർ റോഡിന്റെ പക്കത്ത് തീർക്കാണ്. ഒനോനെ ഉത്സുകതാപൂർവ പൂച്ച, അങ്ങനെ 6 മണിക്ക് എന്നെ കണ്ടപ്പോൾ വളരെ താല്പര്യത്തോടു കൂടി എന്നോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? തും ലേറ്റ് ക്യോം ഹുയേ, നീ എന്തേ ലേറ്റ് ആയത്? തും ലേറ്റ് ക്യോം ഹുയേ? ഉനേം യേ ബത്ത, ഉനേം അണ്ടർലൈൻ വേ പ്ലസ് കോ, ഉൻകോ ഉനേം, വേ പ്ലസ് കോ, വേ പ്ലസ് നേ ആണ് നേരത്തെ, വേ പ്ലസ് കോ ഇവിടെ കോ എഴുതിയാൽ മതി. ഉൻകോ ഉനേം എന്തായത്? യേ ബത്താത്തെ ഹുയേ മുझे बहुत शर्म आई, ഇത് കേട്ടപ്പോ എനിക്ക് ഭയങ്കരമായ ശർമ്മ മീൻസ് ഷെയിം, അടുത്ത പദ ഷെയിം, ലജ്ജ വന്നു. और जॉन बन की एक पश्चिमी फिल्म देख रहा था അല്ലേ, ഞാൻ കണ്ടുകൊണ്ടിരിക്കായിരുന്നു എന്ന് പറയാൻ എനിക്ക് എന്ത് തോന്നുന്നു? എനിക്ക് ഭയങ്കരമായ ഷെയിം തോന്നും. എങ്ങനെ പറയും? ഞാൻ സിനിമ കണ്ട് ഇരിക്കുന്നു പറയാൻ പറ്റുമോ? ഇസ്ലിയെ മൈനെ കഹ്ദിയ, സോ ഇസ്ലിയെ, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? കാർ തയ്യാറിനെ, കാർ വാസ് നോട്ട് റെഡി, കാർ തയ്യാറായില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇസ്ലിയെ മുझे വഹാം ദേർ ഹോ ഗയ, അതുകൊണ്ടാണ് അല്പം ലേറ്റ് ആയത് എന്ന് പറഞ്ഞു. മുझे इस बात का कोई अंदाजा नहीं था कि, പക്ഷെ എനിക്ക് ഇതിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് ഒന്നും, അന്താസ കൺസെപ്റ്റ് ഇല്ലായിരുന്നു. എന്തില്ലായിരുന്നു? പിതാജി പെഹലെ ഹി ഗാരേജ് കോ ഫോൺ കർ ചുക്കേ थे, പിതാജി ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ആ ഗാരേജിലേക്ക് ലാൻഡ് ഫോൺ ഉണ്ടേ, അവിടേക്ക് വിളിച്ചു നോക്കിയിരുന്നു വണ്ടി റെഡി ആണോ എന്നതിനെ കുറിച്ച് ഞാൻ ബോധവല്ലായിരുന്നു. ഫോൺ കർ ചുക്കേ थे और അസ്ലിയത്ത് സേ എന്താണ്? വാകിഫ് ഥേ, യഥാർത്ഥത്തില് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് എനിക്കൊരു ബോധം ഇല്ലായിരുന്നു. അസ്ലിയത്ത് എന്ന യഥാർത്ഥത്തിൽ വേ മേരെ झूठ को जान चुके थे पर बोले, എന്റെ കളവ്, ജൂട്ട്, ഫോൾസ്, തെറ്റ്, കുറ്റം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു. ജിസ് തറാ സേ മൈനെ തുമേ ബടാ കിയ, ജിസ് തറാ ഏത് തരത്തിലാണ്, മൈനെ ഞാനുണ്ടല്ലോ, തുമേം തും പ്ലസ് കോ അണ്ടർലൈൻ, തും പ്ലസ് കോ, തും പ്ലസ് കോ, തുമേ, തും പ്ലസ് കോ, തുമേം, തുംകോ അല്ലെങ്കിൽ ബ്രാക്കറ്റ് തുംഹേ. എന്നെ എങ്ങനെ ചങ്ങാതി ഞാൻ വലുതാക്കി നിനക്ക് ഓർമ്മയുണ്ടോ? വല്ല ഓർമ്മയുണ്ടോ? നേരെടുത്ത നാവെടുത്ത കളവ് പറയരുത്, സത്യം മാത്രം പറയുക എന്ന് പറഞ്ഞ് അങ്ങനെ പഠിപ്പിച്ചവനാ ഞാൻ അല്ലേ. ആ സത്യം പറയുന്നതിന് ഒരുപാട് വിലയുണ്ട് അല്ലേ. സത്യം പറയുക അതിത്ര കൈപ്പുള്ളതാണെങ്കിലും ശരി. പ്രവാചകൻ പറഞ്ഞു, ഗാന്ധിജി പറഞ്ഞു, എന്തേ പറഞ്ഞത്? സത്യ ഈശ്വര ഹേ, സത്യം എന്ന് പറഞ്ഞ ദൈവമാണ് എന്ന് പഠിപ്പിച്ചു. അതാ ഇവിടെയും പറഞ്ഞത് തന്നെയാണ് അല്ലേ. എന്നെ എങ്ങനെയാ ചെങ്ങാതി ഞാൻ വളർത്തിയെന്ന് നിനക്കറിയോ? ഉസ്മേ മുജുസേ കൊയ് ഭാരി ചുക്ക് ഹുയി ഹേ, അതിൽ ഏറ്റവും വലിയ ഒരു ഭാരം, വലിയൊരു തെറ്റാണ് നീ സംഭവിപ്പിച്ചിരിക്കുന്നത്. എന്നെ വളർത്തിയതിൽ നിന്ന് നീ പിന്നോട്ട് പോയിരിക്കുകയാണ്. മൈനെ തുമേ സച്ച് ബോൽനേക്ക ആത്മവിശ്വാസ് നഹീ ദിയാ, ഇനി സത്യം പറയുമെന്നുള്ള കോൺഫിഡൻസ്, ആത്മവിശ്വാസ് ഇനി ഇല്ലാതായിരിക്കുകയാണ്. അബ് മേ ഘർ തക് കി 18 മീൽ, അതിനാൽ ഞാൻ വീട് വരെയുള്ള ഇവിടുന്ന് 18 കിലോമീറ്റർ ദൂരം, 18 മൈൽ ദൂരം അല്ലേ. നമ്മളെ നാട്ടിലൊക്കെ ഏകദേശം ഒരു കാരന്തൂരും കഴിഞ്ഞ് ഒന്ന് ആ വെള്ളിമാട് കുന്നെത്തുന്ന അത്രയും ദൂരമുണ്ട്. 18 മൈൽ എന്ന് പറഞ്ഞാൽ ദൂരം. പൈതൽ ചൽക്കറിയുക, നടന്നു പോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാറുണ്ടായിട്ട് മോൻ ചെയ്ത ഈ തെറ്റിന് പശ്ചാത്തപിച്ചുകൊണ്ട് അല്ലെ, ആരാ പശ്ചാത്തപിക്കേണ്ടി വരിക? വണ്ടി ഓട്ടുന്നവൻ തന്നെ പശ്ചാത്തപിക്കേണ്ടി വരിക അല്ലെ. എന്തൊരു തെറ്റായി പോയി ഞാൻ ചെയ്തു എന്നുള്ളത്. അങ്ങനെ
അതുവരെ ഞാൻ നടക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പൈതൽ കർണ ടു വാക്ക് നട. ये कहते हुए सूट बूट पहने पिताजी ने, എന്റെ പിതാവ് സൂട്ടും ബൂട്ടും ഇട്ടിരുന്ന എന്റെ പിതാവ് എന്ത് ചെയ്യാൻ തുടങ്ങി? ചലന ശുരു കിയ, അങ്ങനെ നടക്കാൻ തുടങ്ങി. അന്തേര ഹോ ചുക്കാത, ഇരുട്ടായി കഴിഞ്ഞിരുന്നു. അന്തേര, ഇരുട്ട്, ഡാർക്ക്. और ज्यादातर रास्ता, most of the route are, ആ വഴികൾ, മിക്കവാറും വഴികൾ, most of them എന്നാണ് ज्यादातर എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. രാസ്ത മീൻസ് റോഡ്, വഴി. കച്ചത, അത് കച്ചയായിരുന്നു. കച്ച മീൻസ് റഫ്, റോഡ് എന്നൊക്കെ പറയാം. കച്ച രാസ്ത എന്ന് പറഞ്ഞാല് പരിക്കൻ വഴിക്കാ പറയാം. അതിന്റെ ഓപ്പോസിറ്റ് ആണ് പക്ക. പക്ക എന്ന് പറഞ്ഞാല് എന്താ? നല്ല സോഫ്റ്റ് എന്നതിനാണ് ഉപയോഗിക്കുക. എല്ലാത്തിനും ഉപയോഗിക്കാം, ഓരോന്നിനും ഉപയോഗിക്കാം. സന്ദർഭത്തിനനുസരിച്ച് വാക്ക് മാറും. കച്ച ആം എന്ന് പറഞ്ഞാല് പരിപരുത്ത മാങ്ങാന്നല്ല, പച്ച മാങ്ങാന്നാ പറയാം. പക്ക ആം എന്ന് പറഞ്ഞാല് പഴുത്ത മാങ്ങയാണ്. ലടുക്കിത്ത കച്ചി ഹേ എന്ന് പറഞ്ഞാൽ ഈ പെണ്ണ് എന്താ? ഈ പെണ്ണ് വളരെ റൂഡാണ്, പരിപരിക്കാൻ പെണ്ണാണ്. ലടുക്കാത്തോ പക്ക ഹേ എന്ന് പറഞ്ഞാൽ ഈ ആൺകുട്ടി എന്താണ്? നല്ല അടിപൊളിയാണ്, എല്ലാത്തിനും പറ്റുന്ന മോനാണ്. എല്ലാത്തിനും പറയുന്നു, വസ്ത്രത്തിന് പറയും, എല്ലാത്തിനും. കച്ചയും പക്കയും മനസ്സിലായല്ലോ ഉപയോഗം. ഓക്കെ. സടക്ക് സുൻസാന്തി, റോഡാണെങ്കിൽ വിജനമായിരുന്നു, അവിടെ ശൂന്യമായിരുന്നു എന്നാണ്. അവിടെ ഒറ്റ കുട്ടി പോലും റോഡില്ല, ഇരുട്ടായി കഴിഞ്ഞിട്ടുണ്ട്. സുൻസാൻ. ഓർ വഹാം കൊയ് രോഷ്നി ഭി നഹി, അവിടെ ഒരു തരത്തിലുള്ള പ്രകാശ ലൈറ്റ്, സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ലായിരുന്നു. മേ പിതാജിക്കോ അക്കേല നഹീ ചോട് സക്താ താ, പിതാവിനെ അങ്ങനെ ഒറ്റക്ക് വിടാൻ. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ടോണം കൂട്ടിക്കോളെ, ഞാനേ സിനിമ ഉണ്ടായിരുന്നു, എന്നോട് ഞാൻ പോവാണ്, വണ്ടി കൊണ്ട് ഞാൻ പോവാണ് എന്ന് പറഞ്ഞു പോവാൻ മാത്രം ധൈര്യം നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് പറയും? നിങ്ങൾ കണ്ടോണം കൂട്ടിക്കോളി, 18 കിലോമീറ്റർ നിങ്ങളെ പുറകിൽ വരക്കാൻ എനിക്ക് കഴിയൂല, ഞാൻ പോവാണ് എന്ന് പറഞ്ഞു പോകും അല്ലേ? ഓക്കെ. അങ്ങനെ പറയാൻ ഞാൻ തയ്യാറായിരുന്നില്ല എന്ന് ആര് പറഞ്ഞത്? നമ്മളെ കുട്ടി പറഞ്ഞിരിക്കും. നെക്സ്റ്റ് പേജ്. इसलिए 5.5 घंटे तक, അങ്ങനെ 5.5 മണിക്കൂർ, ഘണ്ട എന്ന് പറഞ്ഞാൽ ഹവർന്ന മണിക്കൂർ വരെ, മേ ഉൻകെ പീച്ചെ പീച്ചെ, ഞാൻ അദ്ദേഹത്തിന്റെ പിന്നില് ധീമി ഗതിസെ, വളരെ സ്ലോ ആയിട്ട്, ധീമി തന്നെ സ്ലോ, കാർ ചലാത്ത രഹ, കാർ അങ്ങനെ ഓടിച്ചുകൊണ്ടേയിരുന്നു. और मेरे झूठ पर पिताजी की प्रायश्चित करते हुए देखता रहा, എന്റെ കളവില് പിതാവ് ചെയ്യേൽക്കുന്ന ഈ പ്രായശ്ചിത്തം, ഈ കുറ്റാന്വേഷണം, ഈ കുർബാന അല്ലേ, ഞാനിങ്ങനെ കാണുകയാണ് അല്ലേ. देखता रहा उस दिन मैंने जीवन का एक अहम निर्णय लिया, ആ ദിവസം ഞാന് എന്റെ ജീവിതത്തിൽ ഒരു അഹം നിർണയം എന്ന് പറഞ്ഞാൽ ഒരു ഉറച്ച തീരുമാനം, എ സ്ട്രിക്റ്റ് ഡിസിഷൻ എടുത്തു. എന്താണ് ആ ഡിസിഷൻ? മേ കബീ ഭി झूठ नहीं बोलूंगा, ഞാൻ ഒരിക്കലും എവർ, ഐ വിൽ എവർ ഓർ നെവർ ടെൽ ദ ഫോൾസ് ഓർ झूठ. झूठ എന്ന് പറഞ്ഞാൽ കളവ്, തെറ്റ്, കുറ്റം എന്നൊക്കെ പറയാം. मैं अक्सर इस घटना के बारे में सोचता हूं, ഞാൻ മിക്കവാറും, ജ്യാദാത്തർ എന്നൊരു വാക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ട്, അത് തന്നെയാണ് അക്സർ എന്ന് പറഞ്ഞാൽ അല്ലെ. മിക്ക സമയത്തും ഞാൻ ഈ തെറ്റ്, എന്റെ ഈ ഘടന, എന്റെ ഈ ഇവന്റ്, എന്റെ ഈ സ്റ്റോറി അല്ലെ, ഇതിനെക്കുറിച്ച് ഞാൻ എപ്പോഴും ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. അഗർ പിതാജിനെ മുझे अन्य पालकों की तरह, എന്നാൽ എന്റെ പിതാവ് മറ്റു രക്ഷിതാക്കളെ പോലെ, പാലക് എന്ന് പറഞ്ഞാൽ ഗാർഡിയൻ എന്നാണ്, മറ്റ് പാരന്റ്സിനെ പോലെ സസാ ദി ഹോത്തി, എനിക്ക് സസാ മീൻസ് പണിഷ്മെന്റ് തന്നിരുന്നു എങ്കിൽ ക്യാ മൈനെ കോയി സബക് സീഖ് ഹോത്ത, ഞാൻ ഒരു തരത്തിലുള്ള ഗുണപാഠം, ഒരു മോറലും ഞാൻ പഠിക്കുമായിരുന്നില്ല. ഇപ്പൊ എന്താ സംഭവിച്ചത്? അങ്ങനെ ഞാൻ ചെയ്ത കുറ്റത്തിന് പിതാവ് പശ്ചാത്തപിക്കുന്നത് കണ്ടപ്പം എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു അഹം നിർണയിക്കുക. ഓ അഹം നിർണയിക്കാ ഹേ വൈ ഹേ, എന്താണത്? ഞാൻ ഒരിക്കലും കളവ് പറയുകയില്ല എന്ന തീരുമാനമാണ്. ഷായദ് നഹി, ഒരിക്കലും ഇല്ല. സസാ രഹനെ के बाद भी मैं शायद झूठ बोलने की अपनी आदत नहीं बदलती होगी. എന്താ പറഞ്ഞത്? സസാ രഹനെ के बाद, എനിക്ക് ശിക്ഷ, എന്നെ അവിടെ നിന്ന് എന്നെ വടിയെടുത്ത്, അല്ലെങ്കിൽ മുഖത്ത് 2 അടി, പുറത്ത് 2 അടി,
കിട്ടിയിരുന്നു എങ്കില് ഷായത് ഒരു പക്ഷേ ജൂട്ട് ബോലിനേക്ക് മേരി ആദത്ത് അപ്പനി ആദത്ത്, എന്റെ ആ കളവ് പറയാനുള്ള എന്റെ ആ ഒരു ബിഹേവിയർ ഉണ്ടല്ലോ, എന്റെ ആ കഷ്ടമുണ്ടല്ലോ, എന്റെ ആ സ്വഭാവം ഉണ്ടല്ലോ, അത് നെഹി ബദൽത്തി ഹോത്തി, അതൊരിക്കലും ഞാൻ മാറ്റുമായിരുന്നില്ല. അതാണ് രണ്ടടിയല്ലേ, അത് പോട്ടെ അല്ലെ, അത് രണ്ട് പുറം വെച്ചുകൊടുത്താൽ മതി എന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു അല്ലെ, കിട്ടിക്കോട്ടെ. പരന്തു എന്നാൽ ഇസ് അഹിംസക് ഘടന, ഈ അഹിംസാപരമായ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അത് മേരെ ഊപ്പർ ബഹുത് ഗഹരാ അസർ ഹുവാ, അത് എന്റെ ജീവിതത്തില് ഒരു വല്ലാത്ത സ്വാധീനമാണ് വരുത്തിയിരിക്കുന്നത്. അസർ മീൻസ് ഇൻഫ്ലുവൻസ്. असर हुआ, गहरा मीन्स डीप अर्थ. मुझे लगता है जैसे ये घटना कल ही घटी हो. എനിക്കിങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവം അത് ഇന്നലെ അങ്ങ് സംഭവിച്ചതാണോ, ജസ്റ്റ് ഹാപ്പൻഡ് എന്നിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുക. കാരണം അത്രമാത്രം എന്റെ ജീവിതത്തിലും എന്റെ മനസ്സിലും എന്റെ ലൈഫിലും അത് അത്രമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അഹിംസ കി യഹി ശക്തിയെ, ഇതാണ് ഒരു അഹിംസാപരമായ ഒരു കാര്യത്തെ ആ രീതിയിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പവർ അതാണ് എന്നാണ് ഈ പാഠം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഈ പാഠം നമുക്ക് നല്ല ഒരു ഗുണപാഠം. എന്താ ഗുണപാഠം പാഠത്തിലുള്ള ഗുണപാഠം എന്ന് പറഞ്ഞാല് ഒരിക്കലും ജീവിതത്തിൽ കളവ് പറയാൻ പാടില്ല എന്ന ആ കുട്ടിയെ പഠിപ്പിക്കാൻ പിതാവെടുത്ത ഒരു ശ്രമം അല്ലേ, ശിക്ഷിക്കല്ല ചെയ്ത്, പക്ഷെ മാനസികമായി ശിക്ഷിച്ചു എന്നുള്ളതാണ്. ഇത് ഇന്നലെ അങ്ങ് കഴിഞ്ഞ പോലെ ആ കുട്ടിയുടെ മനസ്സിൽ ആ ജീവിതം മുഴുവൻ അല്ലേ അരുൺ ഗാന്ധിയെ അത് ബാധിച്ചു എന്ന് പറയുമ്പോൾ അതാണ് നമ്മളെയും ഇങ്ങനെ അല്ലേ ആ രീതിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ള. ഇതിൽ 2-3 ചോദ്യങ്ങളുണ്ട്, അതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. നോട്ട് ചെയ്യണം നിങ്ങൾ കാര്യങ്ങളൊക്കെ. പേജ് നമ്പർ 31 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്ക്. वो झूठ बोला, कार तैयार नहीं थी इसलिए देर हो गई, इस तरह झूठ बोलना क्या सही है? ഇങ്ങനെ കളവ് പറയൽ ശരിയാണോ എന്നാ നിങ്ങളോട് ചോദ്യം. ക്യോ, എന്തുകൊണ്ടാ ശരിയല്ലാത്തത്? അങ്ങനെ കളവ് പറയുന്നതുകൊണ്ടാണ് ഈ പ്രയാസമൊക്കെ ഉണ്ടായത്. സത്യം പറഞ്ഞാൽ മതിയായിരുന്നു, ഞാൻ അല്പം ലേറ്റായി, ഫിലിം കണ്ടുകൊണ്ടിരിക്കും എന്ന് പറയാനുള്ള ഒരു തന്റെ ഇടം. ക്യോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണ്ടേ സത്യ വോ കിത്തന കടുവ ഹോത്തോ ഭി, എത്രമാത്രം ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ പോലും കൈപ്പുള്ളതാണെങ്കിൽ പോലും हम क्या करना है, हम सच कहने को तैयार होना चाहिए. क्यों എന്ന് ചോദിക്കുന്നത്, हम हमेशा always നമ്മൾ എന്ത് ചെയ്യണം, try to say truth only, എല്ലായ്പ്പോഴും ട്രൂത്ത് പറയാൻ നമ്മൾ എപ്പോഴും തയ്യാറായിരിക്കും. അതാണ് ചോദ്യത്തിന്. അടുത്ത ചോദ്യത്തോട്ട് ഇങ്ങനെ സൈഡ് ഉണ്ട്. घर तक की 18 मील की दूरी पैदल चलकर ही तय करूंगा, മനിലാൽ ഗാന്ധി के इस निर्णय से आप सहमत हैं? മനിലാൽ ഗാന്ധിയുടെ ഈ ഒരു തീരുമാനത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ക്യോ, എന്തുകൊണ്ടാണ് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇല്ലാന്നാണോ നിങ്ങൾ പറഞ്ഞത്? അല്ല, യോജിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ തീരുമാനം എന്താണ്? അവനെ വലുതാക്കിയത്. ये बच्चे को कैसे बढ़ाया किया था, वो हमेशा सच ही बताना है. ഏതൊക്കെ സമയത്ത് വരുന്നുണ്ടോ, ഏതൊക്കെ പ്രയാസങ്ങൾ വന്നാൽ പോലും എന്തുണ്ടാവണം, സത്യം മാത്രം പറയണം എന്ന് പഠിപ്പിച്ച കുട്ടിയാണ് ഈ കളവ് പറഞ്ഞത് അല്ലെ. അപ്പം അതിൽ നമുക്ക് പറയാനുള്ള കാരണം ഏ ബച്ചേക്കോ ഏസാ പാലൻ പോഷൺ കർക്കെ ബടായ, കുട്ടിയെ അങ്ങനെ വളർത്തി വലുതാക്കിയതാണ്. ये बच्चा कभी भी झूठ बोलने पर मां बाप को इतना दुख हो जाता है. അതാണ് അവിടെ ഉത്തരം. ചോദ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് പേജിൽ ചോദ്യം ഇല്ല, പക്ഷെ അവിടെ സഹി മിലാൻ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, മിലാൻ കണ്ടോ? എന്തൊക്കെയാ നോക്കിയാ, വർഷ, സുദൂർ, അവസർ, പ്രദേശ്, ഡോഡ്, പ്രതീക്ഷ. ഇങ്ങേ ഭാഗത്ത് ഇന്തസാർ, ബറസ്, ഇലാക്ക, തലാഷ്, മൗക്ക, ദൂർദരാജ് ഏതൊക്കെ ചേരുക നോക്കുക നിങ്ങൾ. വർഷ് എന്നതിന് വർഷ് ഏതാപ്പുറമുള്ളത് ബരസ് എന്നാണ് കേട്ടോ. ഓക്കെ, അത് മാച്ച് ചെയ്തിട്ട് നിങ്ങൾ എഴുതണം. 2 സുദൂർ അതിൽ വന്നിട്ടുണ്ട്, ദൂർദരാജ് കണ്ടില്ലേ. അവസർ, മൗക്ക.
പ്രദേശ്, ഇലാക്ക അല്ലേ ഉണ്ട്. പ്രതീക്ഷ എന്താണ്? ഇന്തസാർ, ഗുഡ്, ഇന്തസാർ. ലാസ്റ്റ് വൺ ധോഡ്, തലാഷ്. കണ്ടില്ലേ? ഓക്കെ, അതങ്ങനെ തന്നെ എഴുതി നമ്മൾ. അത്രയാണ് ഈ പാഠത്തിലുള്ള ചോദ്യങ്ങള്. ഇനി നമുക്ക് അവിടെ ഇത് എങ്ങനെയായിരുന്നു എന്നൊരു കത്ത് എഴുതാനുള്ളതാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കത്ത് എഴുതുന്ന രീതി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ.